LDF സർക്കാർ പരാജയമെന്ന ജോസഫ് പുതുശ്ശേരി. സമസ്ത മേഖലയിലും LDF സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇടത് സർക്കാരിൻ്റെ ദുർഭരണത്തിൽ സഖികെട്ട് ജനങ്ങൾ നൽകിയ സമ്മാനമാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ LDFിൻ്റെ പരാജയമെന്ന് മുൻ MLA ജോസഫ് പുതുശ്ശേരി പറഞ്ഞു. ജനകീയ വിഷയങ്ങൾ മറന്ന് ആർഭാടത്തിന് സമ്പത്ത് വിനിയോഗിച്ച സർക്കാരാണിത്. സാധാരണ ജനങ്ങളെ വെല്ലുവിളിച്ച ഭരണമാണിത്. ഒരു അനുമതിയില്ലാത്ത കേരയിൽ പദ്ധതിയുടെ പേരിൽ ജനങ്ങളുടെ ഭൂമിയിൽ കല്ലിട്ട സർക്കാരാണിത്. ആശാസമരത്തെ പുച്ഛിച്ചു തള്ളുകയും ജനങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന സർക്കാരാണിതെന്നും പുതുശ്ശേരി പറഞ്ഞു. UDF അത്യുജ്വലമായ വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 9 വർഷത്തെ ദുർഭരണത്തിൽ സഹികെട്ട ജനങ്ങൾ കരുതി വെച്ച് നൽകിയ സമ്മാനമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം ജനങ്ങൾ സഹിച്ചു. ജനകീയ പ്രശ്നങ്ങൾ മുഴുവൻ മറന്നു. സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം കുടിശ്ശികയായി. അത്തരമൊരു സാഹചര്യം നിൽക്കുകയും ആർഭാടത്തിനും ധൂർത്തിനും ദുർവ്യയത്തിനുമായി സമ്പത്ത് ചെലവിടുന്ന ഒരു ചിത്രമാണ് കണ്ടത്. സാമാന്യ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദുർഭരണത്തിനെതിരായ ജനവികാരം സമാഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി നമ്മളോട് പറയുന്നത്. അതിൽ ഇപ്പോൾ കേരയിൽ സമരത്തോട് സർക്കാർ സ്വീകരിച്ച സമീപനം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരനുമതിയുമില്ലാത്ത പദ്ധതിയുടെ പേരിലാണ് സ്വകാര്യ ഭൂമിയിൽ കടന്നു കയറി പോലീസിൻ്റെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ച് കല്ലിടാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഭരണകൂട ഭീകരതയാണ്. അനുമതിയില്ലാത്ത പദ്ധതിയുടെ പേരിൽ സ്വകാര്യ ഭൂമിയിൽ കടന്നു കയറിയ അത് പ്രതിരോധിച്ച ആളുകളുടെ പേരിൽ കേസെടുത്തിരിക്കുക. കേരളത്തിലെ ജനങ്ങളെ ആകെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ ഏച്ചിയില്ലെന്നാണ് പറയുന്നത്. 3 മാസം കൂടി ഇങ്ങനെ തന്നെ പറയണം. പിണറായി വിജയൻ CPMൻ്റെ അവസാന മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും പാരടിപ്പാട്ടിൽ പോലും ഈ സർക്കാരിന് അസഹിഷ്ണുതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഏശിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ തുടർന്നും അങ്ങനെ പറയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം സമ്മാനിച്ചത് CPMൻ്റെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെയും ഈ സമീപനമാണ്. ആ സമീപനം ഒരു 2-3 മാസക്കാലം കൂടി ഇതുപോലെ തുടരണം. അതാണ് എങ്കിൽ മാത്രമേ ഇതിനേക്കാൾ വലിയ വിജയം UDFന് സമ്മാനിക്കാൻ കഴിയൂ. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ CPMൻ്റെ കേരളത്തിൻ്റെ അവസാന മുഖ്യമന്ത്രിയായി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ പോവുകയാണ്. അത്രമാത്രം അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത്. ഇപ്പം തന്നെ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന പാട്ട് അതിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. എന്തോ ഒരു അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത്. ഈ ഭക്തിഗാനത്തിൻ്റെ ട്യൂണിലുള്ള എത്രയോ പാട്ടുകൾ ഇതിനു മുമ്പ് CPM തന്നെ ഇറക്കി കൈരളി സംപ്രേഷണം ചെയ്ത എത്രയോ പരിപാടികളുണ്ട്. ഇതൊക്കെ ആ ലെവലിൽ കാണണം. ഒരു പാട്ടിൻ്റെ ട്യൂൺ വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടുകേൾവിയുള്ള കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള വലിയ അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. സ്വർണം കട്ടവരെക്കുറിച്ച് അസഹിഷ്ണുതയില്ല. സ്വർണം കട്ടത് പറഞ്ഞതാണ് തെറ്റായിപ്പോയി എന്ന് പറയുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. CPM എവിടെ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ വാദോരാതെ സംസാരിച്ച ആളുകൾ ഇപ്പോൾ എവിടെ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്.